ഫൈൻ ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിൽ അനുഭവങ്ങൾ പങ്കുവച്ചിരുന്നു. പലരിൽ നിന്നും കേട്ടതായ കാര്യങ്ങൾ, ചില പ്രധാനപ്പെട്ട ന്യൂനതകൾ, ചില റിലേഷൻഷിപ്പിലെ വൈകല്യങ്ങൾ, വീഴ്ചകൾ, ഇതൊക്കെയാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ വിവരിച്ചു കൊണ്ടിരുന്നത്. പല വിചിത്ര സ്വഭാവങ്ങളുള്ള ഭർത്താക്കന്മാരെ കുറിച്ച് പ്രധാനമായും ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന എപ്പിസോഡുകളായിരുന്നു. പക്ഷെ അതുമാത്രമല്ല, ചില കാര്യങ്ങൾ കൂടി നമ്മൾ ഇതിനിടയ്ക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഒരു കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ട്രെയിനിങ് ക്യാമ്പിൽ വെച്ച് ഒരു ക്ലാസ് എടുക്കുമ്പോൾ ഒരു പെൺകുട്ടി എന്നോട് ചോദിച്ചതാണ്. അവിവാഹിതയാണ് പെൺകുട്ടി. മറ്റ് കൂട്ടത്തിൽ കൂടുതലും അവിവാഹിതകളായ കുട്ടികളാണ്. അവർക്കും ദാമ്പത്യത്തിലേക്ക് കയറുന്നതിന് മുമ്പ്, പോകുന്നതിന് മുമ്പ് ചില കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായും ധാരണകൾ വേണം എന്നുള്ള അഭിപ്രായം ഉള്ളവരാണ്. അതുകൊണ്ടാണ് ട്രെയിനിങ് ക്യാമ്പിൽ അവർ പങ്കെടുത്തത്. പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ക്ലാസ് അല്ല, മറിച്ച് എങ്ങനെ കൗൺസിലിംഗ് നടത്താം എന്നത് സംബന്ധിച്ച ഒരു ട്രെയിനിങ് ക്യാമ്പായിരുന്നു. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, സാറേ, ഒരു നല്ല ഭർത്താവ് എങ്ങനെയുള്ള ആളായിരിക്കണം എന്നുള്ളതാണ് എന്നോട് ചോദിച്ച ഒരു ചോദ്യം. നല്ല ചോദ്യമാണ്, പ്രസക്തമായ ചോദ്യം. ആ കുട്ടിയെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തു. അത് ക്ലാസ്സിൻ്റെ ഭാഗമായി പറയാൻ ഇരുന്നത് തന്നെയാണ്. പക്ഷെ അതിന് മുമ്പേ തന്നെ ചോദ്യം വന്നു. പിന്നീട് അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അവരോട് പറഞ്ഞതാണ് ഇപ്പോൾ ഓർത്തെടുത്ത് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതെൻ്റെ അഭിപ്രായമല്ല കേട്ടോ. ഇനി പറയാൻ പോകുന്ന ഒരു നല്ല ഭർത്താവ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയുന്ന അഭിപ്രായങ്ങളും ഉണ്ട് ഇതിനകത്ത്. പക്ഷേ റിലേഷൻഷിപ്പ് എക്സ്പെർട്ടുകൾ അവർ ഡിഫൈൻ ചെയ്ത ചില കാര്യങ്ങളാണ്, അവർ വിശദീകരിച്ചതാണ്. ഒരു നല്ല ഭർത്താവ് ഇങ്ങനെ ആയാൽ ഒരു ഭാര്യ ഹാപ്പിയാവും. എന്തിനാണ് ഭർത്താവ്? ഭർത്താവ് എന്ന് പറഞ്ഞാൽ അയാൾ ഒരു കുടുംബം ഉണ്ടാക്കുന്നു. ഭാര്യ, കുടുംബം, കുട്ടികൾ, ഇതൊക്കെ തന്നെയാണ് ഒരു ഭർത്താവിൻ്റെ ലോകം എന്ന് പറയുന്നത്. പക്ഷെ ആ ലോകത്ത് അയാളായാൽ, അയാൾ ഒരു നല്ല ഭർത്താവായാൽ അയാൾക്കൊരു നല്ല ഭാര്യയെ കിട്ടും. അപ്പോൾ ഒരു സ്ത്രീ ഒരു നല്ല ഭാര്യ ആയാൽ അവർക്കൊരു നല്ല ഭർത്താവിനെ കിട്ടും. അപ്പോൾ പരസ്പര പൂരിതമാണ് ഇതെല്ലാം തന്നെ. ഇങ്ങോട്ടും അങ്ങോട്ടും ഉണ്ടാകണം. ഇതൊരു ബ്രിഡ്ജ് റിലേഷൻഷിപ്പാണ്, നമ്മളൊരു പാലമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. പക്ഷേ ചിലർ ഒരു പാലം അങ്ങോട്ടിട്ടാൽ തിരിച്ച് ഇങ്ങോട്ട് കിട്ടാത്തിടത്തോളം അവർ നിരാശരാകും. എത്രയെന്ന് പറഞ്ഞിങ്ങനെ പാലമിട്ട് കാത്തിരിക്കും. അങ്ങനെയാണ് പലരും പറയുന്നത്. 40 വർഷത്തെ ദാമ്പത്യ ബന്ധത്തിനിടയിൽ, കഴിഞ്ഞ ദിവസം ബന്ധപ്പെട്ട ഒരാൾ പറയുന്നത്, കഴിഞ്ഞ ഇത്രയും വർഷത്തെ ബന്ധത്തിന് ഇടയിൽ സ്നേഹത്തിൻ്റെ ഒരു അംശം ഒരു വാക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ ചെയ്തില്ല എന്ന് സങ്കടപ്പെടുന്ന സ്ത്രീകൾ 40 വർഷമായി. എന്നിട്ടും അവർക്ക് ഈ തരത്തിലുള്ള ഒരു ട്രീറ്റിങ് അവരുടെ ഹസ്ബൻഡിൽ നിന്നും കിട്ടിയിട്ടില്ല. അതിലേക്ക് വരാം. പക്ഷെ അങ്ങനെയൊക്കെ വരുമ്പം തന്നെ ഒരു നല്ല ഭർത്താവാകാൻ എന്തൊക്കെയാണ് ഒരു മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളതാണ്. ആ പെൺകുട്ടി ചോദിച്ച ചോദ്യത്തിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ, ആ എക്സ്പെർട്ട് ഒപ്പീനിയൻസ് എല്ലാം കൂടെ മിക്സ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒന്ന്, ഒരു നല്ല ഭർത്താവ് അയാളുടെ ഭാര്യയെ ബഹുമാനിക്കും. അതാദ്യത്തെ കാര്യമാണ് ബഹുമാനം. ബഹുമാനം എന്ന് പറഞ്ഞാൽ ഭാര്യയിൽ നിന്നും ഭർത്താവിന് മാത്രം കിട്ടുന്ന ഒരു പ്രക്രിയ അല്ല അത് ബഹുമാനം അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് വാങ്ങാം, ഇല്ലെങ്കിൽ ഇങ്ങോട്ട് കിട്ടുമ്പോൾ അങ്ങോട്ട് കൊടുക്കണം. പല സ്ത്രീകളും അല്ലെങ്കിൽ ഭാര്യമാരാകുമ്പോൾ അവർ ഭർത്താവിനെ ബഹുമാനിക്കും, തീർച്ചയായിട്ടും ബഹുമാനിക്കുക. അല്ലാത്ത വളരെ ചെറിയ വിരലിലെണ്ണാവുന്ന സംഭവങ്ങളെ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ തിരിച്ചു കിട്ടിയില്ലെങ്കിലോ? തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിച്ചാലോ? കൊടുക്കുന്നത് തിരിച്ചു കിട്ടണ്ടേ? സ്നേഹം കൊടുത്താൽ തിരിച്ചു കിട്ടണം, അല്ലേ? വിശ്വാസം കൊടുത്താൽ തിരിച്ചു കിട്ടണം, ഇല്ലേ? കൂടിച്ചേരൽ കൊടുത്താൽ തിരിച്ചു കിട്ടണം, ഇല്ലേ? ചേർത്തുപിടിക്കൽ, ഇതെല്ലാം നമ്മൾ കൊടുക്കുമ്പോൾ തിരിച്ചു കിട്ടുമ്പോഴേ നമ്മൾ ഹാപ്പി ആവുള്ളൂ. പലർക്കും ഇതൊക്കെ എനിക്ക് തരേണ്ടത് തന്നെയാണ് എൻ്റെ ഭാര്യയെ ബഹുമാനിക്കണം. കാരണം അവൾ ഭാര്യയാണ്, പെണ്ണാണ്, അതുകൊണ്ട് എന്നെ അവൾ ബഹുമാനിക്കണം. ഞാൻ തിരിച്ചു കൊടുക്കണോ? അത് ഞാൻ ആലോചിക്കാം. അത് കൊടുത്തില്ലെങ്കിൽ അവൾ അവിടെ കടന്നോളും. ഇതാണ് പല ഭർത്താക്കന്മാരുടെ ചിന്ത. ഞാൻ കെട്ടി കൊണ്ടുവന്നു, എൻ്റെ കുടുംബത്തിൽ താമസമായി, ഇനി അവളവിടെ പോവാൻ, അതുകൊണ്ട് അവളവിടെ കൊടുത്താലും ഇല്ലെങ്കിലും അവിടെ തന്നെ അങ്ങ് കിടന്നോളൂ എന്ന് പല ഭർത്താക്കന്മാരും സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഭാര്യയായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട. സ്നേഹം കൊടുത്തില്ലെങ്കിലും, പ്രേമം കൊടുത്തില്ലെങ്കിലും, പ്രണയം കൊടുത്തില്ലെങ്കിലും ഒന്നുമില്ല. പക്ഷെ ഭാര്യയ്ക്ക് കൊടുക്കാത്തതെല്ലാം കാമുകിക്ക് കൊടുക്കും ഈ ഭർത്താവ്. അങ്ങനെയുള്ള ഭർത്താക്കന്മാർ കേട്ടോ, മറ്റ് ഒരു സെക്കൻഡ് അഫെയറൊക്കെ ഉള്ള ആളുകൾ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നല്ല ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കും. എൻ്റെ ഭാര്യയാണ്,
അവളൊരു സ്ത്രീയാണ്, കുടുംബിനിയാണ്, എൻ്റെ മക്കളുടെ അമ്മയാണ്, എൻ്റെ പ്രിയപ്പെട്ടവളാണ്. ഞാൻ അവളെ ബഹുമാനിക്കും. ബഹുമാനിക്കണമെന്ന് പറഞ്ഞാൽ ഭാര്യ പിന്നെ നിങ്ങൾ വീട്ടിൽ ഇരിക്കുമ്പോൾ കയറി വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്നുള്ള അല്ല. എഴുന്നേറ്റ് നിന്നാൽ എന്താ കുഴപ്പം? ഞാൻ ചോദിക്കുക, എഴുന്നേറ്റ് നിന്നാൽ എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല, ഭാര്യയല്ലേ. വരുമ്പോൾ സന്തോഷത്തോടു കൂടി എഴുന്നേറ്റ് നിൽക്കുന്നു. റെസ്പെക്റ്റാണത്. ഇറ്റ്സ് ഓക്കെ. പ്രായം കുറഞ്ഞതാവാം, എന്നാൽ എന്താ, പ്രായം കുറഞ്ഞ ആളുകൾ വീട്ടിൽ വരുമ്പോൾ എഴുന്നേൽക്കേണ്ടത് നമ്മുടെ പാർട്ട്ണറല്ലേ, ലൈഫ് പാർട്ട്ണറല്ലേ, നമ്മളൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഇനി ഭർത്താവ് വന്നാൽ എഴുന്നേറ്റ് നിൽക്കാത്ത ഭാര്യമാരെ കുറിച്ച് ഞാൻ വേറെ എപ്പിസോഡിൽ പറയാം. ഇന്ന് ഇത്രയും നിങ്ങൾ കേട്ടാൽ മതി. നല്ല ഭർത്താവ്. അപ്പോൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ഭർത്താവ്. 2, അയാൾ നല്ല ഭർത്താവ് ഒരിക്കലും ഭാര്യയെ ചെറുതാക്കി മറ്റൊരാളിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കില്ല. എവിടെ പോയാലും ഭാര്യയെ ഒന്ന് അഡ്രസ്സ് ചെയ്ത് ശരിയായ നിലയിൽ പരിഗണിച്ചുകൊണ്ട് തന്നെ ഭർത്താവ് സംസാരിക്കും. അവളെ ചെറുതാക്കില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റ് സുഹൃത്തിൻ്റെ വീട്ടിൽ പോയാൽ അയാളുടെ ഭാര്യ കൊള്ളാം, അയാളുടെ അമ്മ കൊള്ളാം, അയാളുടെ മോള് കൊള്ളാം, എല്ലാം കൊള്ളാം. തൻ്റെ ഭാര്യ മാത്രം നോട്ട് ഓക്കെ എന്ന് പറയുന്ന ചില കൺസെപ്റ്റുള്ള ഭർത്താക്കന്മാരുണ്ട്. ചെറുതാക്കി കളയും. അങ്ങനെ ചെയ്യുന്നവൻ നല്ല ഭർത്താവല്ല. ഇനി അടുത്തതോ, അപമാനിക്കൽ. ഭാര്യയെ അപമാനിക്കും. എങ്ങനെ അപമാനിക്കും? ഒന്നിനും കൊള്ളാത്തവളാണ്, നിന്റെ കുടുംബമേ കൊള്ളൂല, ഗോത്രമേ കൊള്ളൂല, നീയേ കൊള്ളൂല. അപമാനിക്കും, നിന്ദിക്കും, ഇൻസൾട്ട് ചെയ്യും. അങ്ങനെ ഭാര്യയെ അപമാനിക്കുന്നവൻ അവരുടെ സ്ത്രീത്വം, അവരുടെ മാതൃത്വം, ഇതെൻ്റെ കുട്ടിയല്ല എന്ന് പറയുന്ന ചില കക്ഷികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ചില ഹസ്ബൻഡുമാർ, എൻ്റെ കുട്ടിയല്ല, എന്നാലും അവളുടെ കൂടെ തന്നെ അയാൾ പൊറുക്കും ഭർത്താവായി. പക്ഷേ ചിലപ്പം പറയും ഇത് വേറെ വേറെ ആരോ നിന്നെ പ്രാപിച്ചതിനെ കൊണ്ടായ കുട്ടിയാണ്, എൻ്റെതൊന്നുമല്ല എന്ന് അപമാനിക്കുന്നതിന് തുല്യമാണ് ഭാര്യയെ. അത് ചെയ്യുന്ന വ്യക്തി ഒരു നല്ല ഭർത്താവല്ല. ഇനി മറ്റ് കാര്യങ്ങൾ പറഞ്ഞാൽ, ഭാര്യയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായും നിഷേധിക്കുന്ന ഒരു വ്യക്തി നല്ല ഭർത്താവായിരിക്കില്ല. ഞാൻ പറയാം, ചില സ്വാതന്ത്ര്യം നിയന്ത്രിക്കപ്പെടണം. എല്ലാം നിയന്ത്രിക്കപ്പെടുന്ന ചില ഭർത്താക്കന്മാരുണ്ട്. ഫോൺ എപ്പോൾ വിളിക്കണം, എപ്പോൾ വിളിക്കാൻ പാടില്ല, അടുക്കള ജോലി എപ്പോൾ ചെയ്യണം, ചെയ്യാൻ പാടില്ല, ഏത് വസ്ത്രം ധരിക്കാൻ പാടില്ല, ഏത് സുഹൃത്തിനെ ചൂസ് ചെയ്യണം, ഇതെല്ലാം തന്നെ വാശി പിടിച്ച് നടപ്പാക്കുന്ന ഒരു ഭർത്താവ് നല്ല ഭർത്താവല്ല. ഞാൻ പറയുന്നതാണ് നിയമം എന്ന് ഭാര്യയുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് ഒരു നല്ല ഭർത്താവിൻ്റെ ജോലിയല്ല. അതൊരു നല്ല ഭർത്താവായിരിക്കില്ല. ഭാര്യയെ ഏത് കാര്യത്തിന് പീഡിപ്പിച്ചാലും അയാൾ നല്ല ഭർത്താവല്ല. അയാൾക്ക് സെക്സ് ഇൻട്രസ്റ്റ് തോന്നുന്നു എന്ന് വെക്കുക, അന്ന് ഭാര്യ നോട്ട് ഓക്കെ, ഇന്ന് വേണ്ട, അതിനെ അംഗീകരിക്കുന്നവരാണ് നല്ല ഭർത്താവ്. പക്ഷേ പറ്റില്ല, എനിക്ക് ഇന്നും വേണം എന്ന പിടിവാശി കാണിക്കുന്നവൻ നല്ല ഭർത്താവല്ല. ഭാര്യയെ ശപിക്കുന്നവൻ നല്ല ഭർത്താവല്ല. എപ്പോഴും ശപിക്കും, നീ നശിച്ചു പോ, ഇല്ലെങ്കിൽ നീ ഈ കുടുംബം തകർക്കാൻ വന്നവളാണ്, നിന്നെ എൻ്റെ തലയിൽ കെട്ടിവെച്ച ഒരു ശാപമാണ് നീ. ശപിക്കപ്പെടുന്നു. ഭീഷണിപ്പെടുത്തുന്നവൻ, ഭാര്യയെ ഭീഷണിപ്പെടുത്തുന്നവൻ നല്ല ഭർത്താവല്ല. ഞാൻ നിന്നെ ഉപേക്ഷിച്ച് കളയും, ഞാൻ നിന്നെ വെട്ടിക്കളയും, നിന്നെ കൊന്നുകളയും, അത് ചെയ്യും, ഇത് ചെയ്യും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുവൻ നല്ല ഭർത്താവല്ല. ദേഷ്യം വരുമ്പോൾ ചിലപ്പോൾ ചില വാക്കുകൾ പറയും, അതും നിയന്ത്രിക്കപ്പെടുന്നവൻ ആയിരിക്കണം. കയ്യേറ്റം ചെയ്യുന്നവൻ, ഭാര്യയെ തല്ലുന്നവൻ നല്ല ഭർത്താവാണെന്ന് തീർച്ചയായും ധരിച്ചു കളയരുത്. തല്ലിയില്ലെങ്കിൽ നല്ല ഭർത്താവല്ല എന്നുള്ളതാണ്. മുമ്പ് എൻ്റെ വിവാഹ സമയത്ത് എന്നെ ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ഉപദേശിച്ചത് എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്. പ്രശ്നങ്ങളുണ്ടായാൽ കൈ ഉയർത്തി ഒറ്റ അടി കൊടുക്കണം കരണക്കുറ്റിയിൽ, അതുകൂടെ ഒതുങ്ങിക്കോളുമെന്ന് എന്നോട് പണ്ട് ഉപദേശിച്ച ഒരു മനുഷ്യനുണ്ട്. അങ്ങനെ ഒരു ചെറിയ സംഭവത്തിൽ വീഴ്ച വന്നും പോയി അന്ന് ഈ ഒരിക്കൽ. അങ്ങനെ ചില ആളുകൾ ഡൂസ് ചെയ്യും. കയ്യേറ്റം ചെയ്യുന്നവൻ നല്ല ഭർത്താവല്ല. പിന്നെ കറക്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഇതൊക്കെ എന്തെങ്കിലും ഭാര്യയുടെ മേൽ വലിച്ചെറിയുന്നവൻ, അത് ഭയപ്പെടുത്തുന്നവനും വലിച്ചെറിയുന്നവനും ഒന്നും നല്ല ഭർത്താവല്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ ഒരു ഫാമിലി കാര്യത്തിലും ഇടപെടാതെ എല്ലാം ഭാര്യയുടെ തലയിൽ വെച്ച് കെട്ടുന്ന ചില ഭർത്താക്കന്മാരുണ്ട്. ഒരു കാരണവശാലും അതൊരു നല്ല ഭർത്താവിൻ്റെ ലക്ഷണമല്ല. ഭാര്യ എല്ലാം നോക്കിക്കോട്ടെ എന്ന് കരുതി കൈയൊഴിഞ്ഞു കുട്ടികളെ കാര്യം നോക്കണം, വിദ്യാഭ്യാസം നോക്കണം, വീട്ടുകാര്യം നോക്കണം, എല്ലാം ഭാര്യ നോക്കണം. എന്നെ അതിനൊന്നും കിട്ടില്ല, ഞാൻ ജോലിക്ക് പോകും, തിരിച്ചു വരും, എനിക്ക് തിന്നാനുള്ളതെല്ലാം തരണം, ഓക്കെ, ബാക്കിയൊക്കെ നീ നോക്കിക്കോളാം. അങ്ങനെയല്ല.
ഇൻവോൾവ് ചെയ്യുന്നവരാണ് നല്ല ഭർത്താവ്. ഫാമിലി മാറ്റേഴ്സിൽ ഇൻവോൾവ്, എൻ്റെ കൂടി ഡ്യൂട്ടിയാണെന്ന് തുനിയുന്നവൻ നല്ല ഭർത്താവാണ്. തെറ്റ് ഉണ്ടായാൽ തെറ്റ് സമ്മതിക്കുന്നവനാണ് നല്ല ഭർത്താവ്. തെറ്റ് എനിക്ക് സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന നല്ല ഭർത്താവല്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട 5ാമത്തെ പോയിന്റ്, വിശ്വാസവഞ്ചന കാണിക്കുന്നവൻ ഒരിക്കലും നല്ല ഭർത്താവല്ല. ഭാര്യയോട് വിശ്വാസവഞ്ചന കാണിക്കുന്നവൻ നല്ല ഭർത്താവ് അല്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക. വിശ്വാസവഞ്ചന എങ്ങനെ ഉണ്ടാവും? ഭാര്യയെ നമ്മളെ വിശ്വസിക്കുന്നു, ഇദ്ദേഹം ഒരു ഇല്ലീഗൽ റിലേഷൻഷിപ്പിൽ പോകില്ല. പക്ഷേ ആ വിശ്വാസത്തിനെ ഇയാൾ മറന്നുകൊണ്ട്, ഇഗ്നോർ ചെയ്തുകൊണ്ട് ഇയാൾ വേറെ റിലേഷൻഷിപ്പ് രഹസ്യമായി സൂക്ഷിക്കുന്നു. നിരവധി വ്യക്തികൾക്കുണ്ട്. പല ഗൾഫിലെ ഭാര്യമാരും പറയുന്ന ഒരു കാര്യമാണ്, വേറെ റിലേഷൻഷിപ്പ് അവർക്കുണ്ട്. സംശയത്തിൻ്റെ പേരിലുള്ളതല്ല ഞാൻ പറയുന്നത് കേട്ടോ, റിയൽ ആയിട്ടുള്ള കാര്യം. അപ്പോൾ വിശ്വാസവഞ്ചന എന്ന് പറയുന്നത് ഒരിക്കലും കാണിക്കരുത്. ചീറ്റിംഗ് ഭാര്യയോട് ഒരു ഭർത്താവും കാണിക്കരുത്. അങ്ങനെ ചെയ്യുന്നവൻ നല്ല ഭർത്താവല്ല. ഇനി അടുത്ത ഒരു കാര്യം, ശരിയായ കമ്മ്യൂണിക്കേഷൻ ഭാര്യയോട് പറയാത്തവൻ, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നവൻ, വാ തുറന്ന് ഒന്നും ശരിയായ രീതിയിൽ പറയില്ല. നിങ്ങൾ എവിടെ പോണ്? ഞാൻ പോയിട്ട് വരാം, നീ അറിയേണ്ടതില്ല, ഭാര്യ അറിയണ്ട. അവിടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുന്നു. ഭർത്താവ് എവിടെ പോകണമെന്ന് അറിയാൻ ഭാര്യയ്ക്ക് അവകാശമുണ്ട്, പറയണം. അങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ മാത്രമല്ല, പോകുമ്പോൾ യാത്ര പറയുമ്പോൾ എവിടെ പോകുന്നു എന്ന് പറയുന്നത് മാത്രമല്ല, ഇടയ്ക്ക് ഭാര്യയുമായിട്ട് കുടുംബകാര്യങ്ങളാകാം, സാമൂഹിക കാര്യങ്ങളാകാം, എന്തെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നും സംസാരിക്കാത്ത ഭർത്താവ്, തിരിച്ചുകൊണ്ട് കേട്ടോ, ഒന്നും ഭർത്താവിനോട് സംസാരിക്കാൻ തയ്യാറാകാത്ത ഭാര്യമാർ, അത് നല്ല ഭാര്യ എങ്ങനെയെന്നുള്ള കണ്ടന്റ് വരുമ്പോൾ ഞാൻ പറയാം. സംസാരിക്കാത്ത ഭർത്താവ് നല്ല ഭർത്താവല്ല. അയാളുടെ സ്വഭാവം, എൻ്റെ സ്വഭാവം, ഇത് കഴിഞ്ഞ ദിവസം കൗൺസിലിങ്ങിന് വന്ന ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. അയാൾ പെരിന്തൽമണ്ണക്കാരനായ ഒരാളാണ്. ഈ അദ്ദേഹമല്ല, അയാളുടെ ഭാര്യ പറഞ്ഞതാണ്. ഈ ഭാര്യയുടെ കംപ്ലൈൻറ്റുകളിൽ ഒന്ന്, ഇയാൾ വർത്തമാനേ പറയില്ല സാർ, ഒരിക്കലും ഒന്നും മനസ്സ് തുറന്ന് പറയില്ല. ഞാൻ അടുത്തിരുന്ന് കിണ്ടി ചോദിച്ചു, അവർ പറഞ്ഞ വാക്കാണ്, ഞാൻ കിണ്ടി ചോദിച്ചാലും അയാളൊന്നും പറയാറില്ല. അപ്പം അയാൾ പറഞ്ഞു, എൻ്റെ സ്വഭാവമാണ്, എനിക്ക് അങ്ങനെ കൂടുതൽ വർത്തമാനം പറയണ ഇഷ്ടമൊന്നുമില്ല എന്നാണ്. അങ്ങനെയൊക്കെയുള്ള ആളുകൾ കല്യാണം കഴിക്കാൻ പോകാതിരിക്കണമെന്നുള്ളതാണ്. ഭാര്യയ്ക്ക് ഇഷ്ടമായിരിക്കും ഭർത്താവ് ഒന്ന് എന്തെങ്കിലുമൊക്കെ വർത്തമാനം എന്നോട് പറയട്ടെ, കൊച്ചു വർത്തമാനമാവട്ടെ, വലിയ വർത്തമാനമാകട്ടെ, എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടാവും. ഒന്നും പറയാത്ത ഭർത്താവ്, അത് ഒരിക്കലും നല്ല ഭർത്താവല്ല എന്ന് മനസ്സിലാക്കുക. ഭാര്യയെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നവൻ, ഏത് ഒരു സാന്നിധ്യം കിട്ടിയാലും ഭാര്യയെ അങ്ങോട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുന്നവൻ, പലതിൽ നിന്ന് ഒഴിവാക്കി ഭാര്യയെ മാറ്റി നിർത്തുന്നവൻ, വീട്ടിലെ സാമ്പത്തിക കാര്യങ്ങളിൽ ആയാലും മറ്റ് ഏതെങ്കിലും ഒരു വ്യക്തമായ തീരുമാനം എടുക്കേണ്ട സമയം വന്നാലും ഭാര്യയെ ഒഴിവാക്കും. വേണമെങ്കിൽ മറ്റ് ഭാര്യയുടെ ചട്ടത്തിയോടോ അനിയത്തിയോടോ ഒക്കെ ചിലപ്പം ചോദിച്ചെന്ന് വരും. മറ്റു വല്ലതുകൊണ്ട് ഭാര്യ അങ്ങനെ അവഗണിക്കുന്നവൻ നല്ല ഭർത്താവേ അല്ല. മറ്റൊന്ന്, സ്വാർത്ഥനായ ഒരു ഭർത്താവ് നല്ല ഭർത്താവല്ല. സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും അയാൾക്ക് സ്വാർത്ഥതയാണ്. എന്ന് പറഞ്ഞാൽ ഈ സ്വാർത്ഥതയുള്ള മനുഷ്യൻ അയാളുടെ പേരിലെ ഭൂമിയും വീടും വാങ്ങും. അയാൾക്കറിയാം അയാൾ സെൽഫിഷാണ്. ഞാൻ എന്ന് പറയുന്ന ലോകത്തെ ഞാനാണ്, ഭാര്യയും കുട്ടിയും അവിടെ നിന്നോട്ടെ, ഞാൻ ഇവിടെ സ്വാർത്ഥനാണ്. ആ സ്വാർത്ഥത ഒരു മനുഷ്യൻ ഭാര്യയോട് കാണിച്ചാൽ അയാൾ നല്ല ഭർത്താവല്ല. ഏത് കാര്യത്തിനും ഉള്ള സ്വാർത്ഥത. എനിക്ക് നല്ല ഡ്രസ്സ് വേണം, അയാളെ സ്വാർത്ഥതയാണ്. എനിക്ക് നല്ല ഭക്ഷണം കഴിക്കണം, എനിക്ക് യാത്ര പോകണം, എനിക്ക് കൂട്ടുകാരി വേണം, എനിക്കെല്ലാം ആകണമെന്നുള്ള സ്വാർത്ഥത. ഭാര്യയ്ക്കോ അതൊന്നും അയാൾ അംഗീകരിച്ചു കൊടുക്കില്ല. അയാൾ ഒരു നല്ല ഭർത്താവല്ല. വീട്ടിൽ ചെലവാക്കേണ്ട പണം ലഹരിക്കോ മറ്റ് കാര്യങ്ങൾക്കോ അനാവശ്യമായി ചെലവിടുന്ന ഒരു വ്യക്തി നല്ല ഭർത്താവല്ല. കടം ഉണ്ടാക്കുന്നവൻ, വീട്ടിൽ അനാവശ്യമായി കടം ഉണ്ടാക്കുന്നവൻ നല്ല ഭർത്താവല്ല. അയാൾ വീട്ടിന് വേണ്ടി ജീവിക്കുന്നു, പക്ഷേ അയാൾ വീട്ടിലേക്ക് കടം ക്രിയേറ്റ് ചെയ്യുക അയാളുടേതായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, വീട്ടിൻ്റെ പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ സഹിക്കാൻ. അങ്ങനെ കടം ഉണ്ടാക്കുന്നവൻ, പണം പാഴാക്കുന്നവൻ, ലഹരി ഉപയോഗിക്കുന്നവൻ, സ്വാർത്ഥത കാണിക്കുന്നവനൊന്നും നല്ല ഭർത്താവല്ല. സ്നേഹം പറയാൻ അറിയാത്തവൻ, പ്രകടിപ്പിക്കാൻ അറിയാത്തവൻ നല്ല ഭർത്താവല്ല. എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് താമസിക്കുന്ന 2 ഐലൻഡുകളായി ജീവിക്കും. ഭാര്യയാണ്, ഭർത്താവാണ്, 2 ദ്വീപുകളാണ്, 2 തുരുത്തുകളാണ്. അവർക്ക് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇല്ല എന്നുള്ളതുപോലെ തന്നെ സ്നേഹവും ഇല്ല. സ്നേഹം പറയാൻ അറിയില്ല, പ്രകടിപ്പിക്കാൻ അറിയില്ല.
അങ്ങനെയുള്ളവൻ നല്ല ഭർത്താവേ അല്ല. ഭയപ്പെടുത്തുന്നവൻ, ഭാര്യയെ പല കാരണങ്ങളാലും ഭയപ്പെടും. നേരത്തെ പറഞ്ഞത് തന്നെ ഞാൻ ഒന്നും കൂടി ആവർത്തിക്കുന്നു, ഭയപ്പെടുത്തുന്നവൻ നല്ല ഭർത്താവേ അല്ല. ഇങ്ങനെയൊക്കെയാണ് ഒരു നല്ല ഭർത്താവിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. നല്ല ഭർത്താവ് അല്ലാത്തവൻ ആരാണ് എന്ന് പറഞ്ഞു വെച്ചാൽ ഇതൊന്നും ഇല്ലാത്തവൻ നല്ല ഭർത്താവാണ്. ഇതൊക്കെ ചെയ്യുന്നവൻ മോശപ്പെട്ട ഭർത്താവുമാണ്. മാനസികം, സാമൂഹികം, സാമ്പത്തികം തുടങ്ങിയ കാര്യങ്ങൾക്ക് ഉള്ള എല്ലാ അർത്ഥങ്ങളിലും പീഡനത്തിൻ്റെ ഓരോ മുറകൾ സ്വീകരിക്കുന്നവൻ, മാനസികമായി പീഡിപ്പിക്കുന്നവൻ, ശാരീരികമായി പീഡിപ്പിക്കുന്നവൻ, സാമൂഹ്യപരമായി ഇടിച്ചു താഴ്ത്തുന്നവൻ, സാമ്പത്തികപരമായി കുടുംബത്തിൻ്റെ ദാരിദ്ര്യാവസ്ഥയിലേക്ക് തള്ളി ഇടുന്നവൻ, യവനൊന്നും നല്ല ഭർത്താവിൻ്റെ ഗണത്തിൽ വരില്ല. മറിച്ച് വിശ്വാസം കൊടുക്കുന്നവൻ, സ്നേഹം കൊടുക്കുന്നവൻ, ബഹുമാനം കൊടുക്കുന്നവൻ, സുരക്ഷിതത്വം കൊടുക്കുന്നവൻ, ചേർത്ത് പിടിക്കുന്നവൻ, ഭാര്യ എന്നുള്ള അംഗീകാരം കൊടുക്കുന്നവൻ, യാതൊരു തരത്തിലും സ്വാർത്ഥത ഇല്ലാത്തവൻ, ഈ വ്യക്തിയാണ് നല്ല ഭർത്താവായി ഭാര്യമാർ അംഗീകരിക്കുന്നത്. ഭാര്യമാർക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ലേൺ ലൈഫ് ഉണ്ടാകണമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ജീവിതം പഠിക്കണം, എങ്ങനെ നല്ല ഹസ്ബൻഡ് ആക്കാം, ഹൗ ടു ബിക്കം എ ഗുഡ് ഹസ്ബൻഡ്. ഭാര്യ എങ്ങനെയാകണം എന്ന് നിങ്ങൾ മനസ്സിൽ പലപ്പോഴും ഒരു ധാരണയുണ്ടാകും. പലരോടും പറയുകയും ചെയ്യും, എൻ്റെ ഭാര്യ ഇങ്ങനെ ആയിരിക്കണം, അവൾ അങ്ങനെയല്ല. പക്ഷെ ഇതേപോലെ നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് മാർക്കിടുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. രഹസ്യമായി നിങ്ങൾ ഭാര്യയോട് ചോദിച്ചാൽ മതി, എനിക്ക് ഒരു 10 മാർക്കാണ് എൻ്റെ ടോട്ടൽ മാർക്ക്, നീ അതിൽ എനിക്ക് എത്ര മാർക്ക് തരും എന്ന് ചോദിച്ചാൽ മതി. നല്ല ഭാര്യയാണെങ്കിൽ ഉടൻ പറഞ്ഞു തരും, വട്ടപൂജ്യമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്, ഉറപ്പാണ്. മിക്കവാറും പേരോട് ചോദിക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എങ്ങനെയാണ്? 0ആണ്, 1ആണ്, 2ആണ്, അതിൻ്റെ മുകളിലൊന്നും പോവില്ല. നിനക്ക് മാർക്ക് തരാനോ? ചില നല്ല വില്ലന്മാരപ്പം പറയും, മാർക്ക് തരാൻ പറ്റിയ ഒരു സാധനം, ഓ അയ്യോ അത് നീ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചല്ലോ, അല്ല ചോദ്യമായി പോയി, ഇങ്ങനെ കമൻ്റ് ഇടുന്നവരുണ്ടാവും. ഭാര്യമാർക്ക് തിരിച്ചായാലും നല്ലത് തന്നെയാണ്. ഭർത്താവിനോട് ചോദിക്കണം, ഭാര്യയ്ക്ക് നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ കരുതുന്നുണ്ടോ ഭർത്താവ് 0 മാർക്കേ നിങ്ങൾക്ക് തരുള്ളൂ എന്ന് കരുതുന്നുണ്ടോ? ഇവിടെ തെറ്റും. ഞാൻ മറ്റൊരു എപ്പിസോഡിൽ ചില ആളുകൾ ദമ്പതിമാരെ കൂട്ടിയിരുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു എക്സർസൈസ് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ട് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം, നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോഴാണ് നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളോട് സ്നേഹവും കരുതലും ഒക്കെ ഉണ്ട്, ഇയാൾക്ക് ഈ കോന്തന് അത് പ്രകടിപ്പിക്കാൻ അറിയില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. നിങ്ങൾ 0 മാർക്ക് കൊടുത്താലും ഇന്നും ഭാര്യമാർക്ക് 0 മാർക്കിലിടുന്ന ഭർത്താക്കന്മാർ വളരെ കുറവാണ്. അടുത്ത ജന്മത്തിൽ ആരാകണം എന്ന് ഭർത്താവിനോട് ചോദിച്ചാൽ, നിങ്ങൾ അടുത്ത ജന്മത്തിൽ ഏത് ഭാര്യ നിങ്ങളുടെ കൂടെ വേണം എന്ന് ചോദിച്ചാൽ എവളു മതി എന്നാണ് മഹാഭൂരിപക്ഷം ഭർത്താക്കന്മാരും പറയുന്നത്. തിരിച്ചാണെങ്കിലോ, അയ്യോ വേണ്ട, ഈ ജന്മം തന്നെ എനിക്ക് ഇയാളെ കൊണ്ട് മതിയായി. ഭാര്യമാർ പറയുന്നതാ, ഈ ജന്മം തന്നെ മടുത്തു, അടുത്ത ജന്മം കൂടിയോ, ഈ പൊന്നു സാറേ ആ ചോദ്യമൊക്കെ അങ്ങ് കളഞ്ഞേക്കി എന്ന് ചോദിക്കുന്ന ഭാര്യമാരുമുണ്ട്. ജീവിതം ഇങ്ങനെയാണ് കുട്ടികളെ. ഭാര്യയും ഭർത്താക്കന്മാരോട് ഞാൻ പറയുകയാണ്, കുട്ടികളെ എന്ന് ഞാൻ നിങ്ങളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ജീവിതം ഇങ്ങനെയാണ്. ഇത് ഒരു മോശപ്പെട്ട ഭർത്താവ് ആരാണ് എന്ന് പറയുമ്പോൾ ഇത് കേട്ടിരിക്കുന്ന ഭർത്താക്കന്മാർ ആദ്യം ഒരു സെൽഫ് അസസ്മെൻറ്റ് നടത്തുക, ഞാൻ ഇതിൽ ഏതിൽപ്പെടുമെന്ന്. നമുക്ക് അങ്ങനെയുള്ള ഒരു എക്സർസൈസ് വരുംകാല എപ്പിസോഡിൽ ഞാൻ ചെയ്തു, സൈക്കോളജിക്കൽ എക്സർസൈസ്. ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും, അതിൽ ഞാൻ കുറേ ഓപ്ഷൻ തരും. ആ ഓപ്ഷനിൽ നിങ്ങൾ ഏത് ചൂസ് ചെയ്യുന്നു എന്ന് വെച്ചിട്ട് ഞാൻ മാർക്ക് നിശ്ചയിച്ച് നിങ്ങളോട് പറയും പല കാര്യങ്ങളും. നിങ്ങൾ മാനസിക രോഗിയാണോ? നിങ്ങൾ യഥാർത്ഥത്തിൽ നല്ല ഭാര്യ ആണോ? നിങ്ങളൊരു ഇൻട്രോവർട്ടാണോ? നിങ്ങളൊരു എക്സ്ട്രോവർട്ടാണോ? നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹെൽത്തി ആണോ? നിങ്ങളും നിങ്ങളുടെ മക്കളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഹെൽത്തി ആണോ? തുടങ്ങി പലതും നിങ്ങളെ കൊണ്ട് എക്സർസൈസ് ചെയ്യിപ്പിച്ചിട്ട് തന്നെ ഞാൻ അതിന് മാർക്കിട്ട് നിങ്ങളോട് പറയും. നിങ്ങളുടെ പേരും മറ്റു വിവരങ്ങളും ഒന്നും പറയില്ല, പക്ഷേ അത് കേൾക്കുമ്പോൾ മാർക്ക് ടോട്ടൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി. ജനറൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇതുമായിട്ട് വന്ന് സൈക്കോളജിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇതുവരെ ഉള്ള ഒരു ഭാഗമായി എക്സ്പെരിമെൻ്റിൻ്റെ അടിസ്ഥാനത്തിൽ പരീക്ഷണം നടത്തി തയ്യാറാക്കപ്പെട്ട സൈക്കോളജിക്കൽ ക്വസ്റ്റ്യൻസാണ്. ഞാനല്ല, എക്സ്പെർട്ടുകൾ. ഞാനത് നിങ്ങളുമായിട്ട് പങ്കുവെക്കും. അതൊക്കെ വരും എപ്പിസോഡിലുണ്ട്. നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യുക. ലൈഫിൻ്റെ ഓരോ ഇതിലും നിങ്ങൾക്ക് ഉതകുന്ന തരത്തിലുള്ള ഈ പല
വിഭവങ്ങളും ഞങ്ങൾ ഇതിനകത്ത് നിങ്ങൾക്ക് തരുന്നുണ്ട്. അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ കിട്ടിയ ഒരുപാട് പഠനങ്ങളുടെ വെളിച്ചത്തിൽ കൃത്യമായും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഒരു കുടുംബം പോലെ നമ്മളാകുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചില ഉപദേശങ്ങൾ വേണ്ടി വരാം. അതിനൊക്കെ തന്നെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് വലിയ മഹത്തായ ഒരു കാര്യമാണ്. ഒരു പക്ഷേ പറ്റുമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഒരുമിച്ച് കൂടുന്ന ഒരു മീറ്റിങ്ങും സംഘടിപ്പിക്കും. നിങ്ങളുടെ എല്ലാ സംശയവും തീർക്കുന്ന ഒരു ജനറൽ മീറ്റിംഗ്. അത് എനിക്ക് ഐഡിയ ഉണ്ട്, ഞങ്ങൾക്ക് ആ ഐഡിയ ഉണ്ട്. അതൊക്കെ പിന്നീടാകാം എന്നുള്ളതാണ്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ പരസ്പരം പലതും സംസാരിക്കുന്നു. അതൊക്കെ വസ്തുനിഷ്ഠമായിട്ട് പറയുന്നു. കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ കേൾക്കുക. പ്രത്യേകിച്ച് ഞാനിത് പറയുന്നത് നിങ്ങൾ മറ്റ് ചാനലുകളോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എൻ്റർടൈൻമെൻറ്റ് എല്ലാം നിങ്ങൾ കാണുക. പക്ഷേ ജീവിതം പഠിപ്പിച്ചു തരുന്ന ഒരു ചാനലിനെ കൂടി നിങ്ങൾ ചേർത്ത് പിടിക്കുക. ചിലതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ആ മനസ്സിലാകുമ്പോൾ നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലായാൽ നിങ്ങൾക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അടുത്ത എപ്പിസോഡുകൾ ഇതുപോലുള്ള വിഷയങ്ങളുമായി വരുന്നുണ്ട്. കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. നന്ദി.